ഹായ് കൂട്ടുകാരെ, അപ്പോൾ നമ്മളിന്ന് വരക്കാൻ പോകുന്നത് വെച്ചാൽ ഒരു നല്ലൊരു മുയൽക്കുട്ടിയാണ്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് പേപ്പർ എടുത്തുക. പിന്നെ ഞാനിവിടെ ലെഫ്റ്റ് സൈഡിലേക്ക് ഞാനൊരു കർവ് ഞാൻ വരച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ആദ്യമായിട്ട് തുടങ്ങുന്നത് വെച്ചാൽ നമ്മൾ ചെവിയിൽ നിന്നായിരിക്കും തുടങ്ങുന്നത്. ഇനി നമ്മൾ റൈറ്റ് സൈഡിലും ആ ഒരു കർവ് നമ്മൾ രണ്ടും ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്യുക, കൂട്ടി യോജിപ്പിക്കുക. പിന്നെ നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ആ ചെവിയുടെ താഴ്ഭാഗത്തെ ഒരു ഭാഗം ഞാനിവിടെ വരക്കുകയാണ്. പതുക്കെ നമ്മൾ പെന്ന് വെച്ചിട്ട് കറക്റ്റായിട്ട് ചെറിയൊരു പോർഷൻ നമ്മൾ വരച്ചു. പിന്നെ നമ്മൾ റൈറ്റ് സൈഡിലെ ആ ഒരു പോർഷനും നമ്മൾ മുകളിൽ നിന്ന് താഴത്തേക്ക് ആ ഒരു കർവ് ഷേപ്പിൽ ഞാനിവിടെ വരച്ചെടുത്തു. ഇപ്പം നമ്മുടെ ഒരു ചെവി നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മുയലിൻ്റെ ഹെഡിൻ്റെ ഭാഗത്ത് കിടക്കാം. അപ്പോൾ മുയലിൻ്റെ ഹെഡ് എങ്ങനെ ഉണ്ടാവുക? കുറച്ച് രോമങ്ങളൊക്കെ തെറിച്ച് നിൽക്കുന്ന ഒരു രീതിയിലായിരിക്കും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? അങ്ങനെ വരച്ചെടുക്കുക. അപ്പോൾ നമ്മൾ 3 രോമങ്ങൾ നമ്മളിങ്ങനെ തെറിച്ച് നിൽക്കുന്ന പോലെ വരച്ചെടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ പേപ്പർ വെച്ചിട്ട് നിങ്ങൾ കറക്റ്റായിട്ട് ഞാൻ വരക്കുന്ന പോലെ വരച്ചെടുക്കുക. പിന്നെ അടുത്ത ചെവി വരച്ചെടുക്കുകയാണ്. അപ്പോൾ അടുത്ത ചെവി ചെറിയൊരു വളവുണ്ട്, അങ്ങനെ വളച്ചെടുക്കുക. എന്ന് വെച്ചാൽ മുയലിൻ്റെ ചെവി ചെറിയൊരു വളവുണ്ട്, അതുകൊണ്ട് തന്നെ ആ ഒരു ഷേപ്പിൽ നമ്മൾ വരച്ചെടുക്കുന്നു. അപ്പോൾ എല്ലാവരും ചെവി വരെ വരച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് എന്താ ചെയ്യുക? മുയലിൻ്റെ ആ ഫേസിൻ്റെ ഷേപ്പ് നമുക്ക് കൊണ്ടുവരാം. മുയലിൻ്റെ ആ മുഖത്തിൻ്റെ ഷേപ്പ് നമുക്ക് കറക്റ്റായിട്ട് കൊണ്ടുവരാം. ആ ഇവിടെ നിന്നല്ലേ തെറിച്ചിരിക്കുന്ന രോമം എവിടെയാണോ നിൽക്കുന്നത്, അതേ ഒരു ലെവലിൽ നമ്മൾ ആ ഫേസിൻ്റെ മുഖത്തിൻ്റെ ലെവലിൽ നമ്മൾ വരച്ചെടുക്കുക. പിന്നെ നമ്മൾ എന്താ ചെയ്യുക? ആ മുയലിൻ്റെ ആ ഒരു കവിൾ ഭാഗം, ഒരു തുടുത്തൊരു ഭാഗം നമ്മൾ ഇവിടെ വരച്ചെടുക്കുകയാണ്. കുറച്ച് രോമങ്ങൾ താഴോട്ടേക്ക് തെറിച്ച് നിൽക്കുന്ന രീതിയിൽ വരച്ചു. അപ്പോൾ നമ്മൾ ആ കവിളിൻ്റെ ഭാഗം ആ ഒരു ഷേപ്പ് നമ്മൾ വരച്ചിട്ടുണ്ട്. പിന്നെ എന്ത് ചെയ്യുക? അത് കുറച്ചുകൂടി ഒന്ന് ആ ഷേപ്പ് നമുക്ക് റെഡിയാക്കിയെടുക്കാം. പിന്നെ എന്ത് ചെയ്യുക? അപ്പോൾ നമ്മൾ ഇതുവരെ നിങ്ങളെല്ലാവരും വരച്ചിട്ടുണ്ടായിരിക്കുന്നു. ഇനി നമുക്ക് മുയലിൻ്റെ ഒരു മൂക്കിൻ്റെ ഭാഗം, ആ ചെറിയൊരു മൂക്കിൻ്റെ ഭാഗം നമ്മൾ വരച്ചെടുക്കുകയാണ്. അപ്പോൾ ഒരു ത്രികോണ ആകൃതിയിലാണ് മുയലിൻ്റെ മൂക്കുണ്ടാകുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ പതുക്കെ മൂക്കും നമുക്ക് വരച്ചെടുക്കാം. പിന്നെ ആ ഒരു കവിളിൻ്റെ ഭാഗം ഞാൻ വരയ്ക്കുകയാണ്. മുയലിൻ്റെ കവിളിൻ്റെ ഭാഗം ഞാനിവിടെ റെഡി ആക്കിയിട്ടുണ്ട്. ഇനി എന്താ ചെയ്യുക? കണ്ണിൻ്റെ ഭാഗം നല്ല നീട്ടിയിട്ട് റൗണ്ട് ആ ഓവൽ ഷേപ്പിൽ നമ്മൾ മുകളിലോട്ട് വരച്ചെടുക്കുക. അപ്പോൾ മുകളിൻ്റെ കണ്ണ് നല്ലോണം നീട്ടിയിട്ട് കറക്റ്റായിട്ട് ആ ഓവൽ ഷേപ്പിൽ ഞാനിപ്പോൾ മുട്ടയുടെ ഷേപ്പിൽ നമ്മൾ വരച്ചിട്ടുണ്ട്. അപ്പോൾ 2 കണ്ണും നമുക്ക് റെഡിയാക്കിയിട്ടുണ്ട് അല്ലേ? ഇനി എന്ത് ചെയ്യുക? കണ്ണിൻ്റെ ഉള്ളിലെത്തി നമുക്ക് കൃഷ്ണമണി വരക്കാം. അത് നല്ല റൗണ്ടായിട്ട് വലിപ്പത്തിൽ നമ്മൾ വരച്ചെടുക്കണം. അപ്പോൾ 2 കണ്ണും നമ്മൾ സൂപ്പറായിട്ട് നമ്മൾ വരച്ചിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ ഉള്ളിലത്തെ ഒരു ഭാഗമുണ്ട്, ആ കണ്ണിൻ്റെ കൃഷ്ണമണി. അത് നമുക്ക് ആ തിളക്കാണ്. ഇപ്പം ഞാൻ വരച്ചത് ചെറിയ വൃത്തം വരച്ചില്ല, അത് നമ്മൾ വരച്ച് വെച്ച തിളക്കാണ്. കണ്ണിൻ്റെ കൃഷ്ണമണിക്കുള്ളിലുള്ള ആ തിളക്കം, ഷൈനിങ് ആണ് ഞാനിവിടെ വരച്ചിട്ടുള്ളത്. പിന്നെ കണ്ണിൻ്റെ ഉള്ളിലത്തെ ആ ബ്ലാക്ക്നെസ്സുള്ള ഏരിയ, കറുപ്പിക്കുന്ന ഒരു ഏരിയ നമ്മൾ വരച്ചെടുക്കുക. അപ്പോൾ കറുപ്പിക്കുന്ന ഏരിയ രണ്ടും ഞാൻ വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫുള്ളായിട്ട് നമുക്കത് ഫില്ല് ചെയ്യാം. ഫുള്ളായിട്ട് നമുക്ക് കറുപ്പിച്ച് എടുക്കാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുക? ഫുള്ളായിട്ട് പതുക്കെ നമ്മൾ കറുപ്പിച്ചെടുക്കുക. ആ മറ്റേ ചെറിയ 2 വൃത്തങ്ങൾ നമ്മൾ ഒരിക്കലും ഫില്ലപ്പ് ചെയ്യാൻ പാടില്ല. ബാക്കിയുള്ള ഭാഗം മാത്രം നമ്മൾ കറുപ്പിച്ചെടുക്കുക. പതുക്കെ ഞാനിവിടെ കറുപ്പിച്ചെടുത്തു. അപ്പോൾ നമുക്ക് 2 കണ്ണും നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ കണ്ടാൽ തന്നെ നല്ല തിളക്കം, ഷൈനിങ് ഉണ്ട് അല്ലേ? അപ്പം ഇതുവരെ എല്ലാ കൂട്ടുകാരും വരച്ചിട്ടുണ്ടോയെന്ന് വിചാരിക്കുന്നു. ഇനി എന്താ ചെയ്യുക? നമുക്ക് ആ ഒരു മുയലിൻ്റെ ആ ഒരു കവിളിൻ്റെയും ആ മോണയുടെ ഒരു ഭാഗം നമുക്ക് വരച്ചെടുക്കാം. മുകളിൽ നിന്ന് പതുക്കെ നമുക്ക് വരച്ചെടുക്കാം. പിന്നെ ആ കവിളിൻ്റെ നമുക്ക് റൈറ്റ് സൈഡിലെ നമ്മളെ മുയലിൻ്റെ ആ ഒരു പോർഷൻ രോമം ഇങ്ങനെ തെറിച്ച് നിൽക്കുന്ന രീതിയിൽ ആ ഒരു കുറച്ച് റൗണ്ട് ഷേപ്പിൽ നമ്മൾ പതുക്കെ വരച്ചെടുക്കുക. അപ്പോൾ 2 കവളും നമുക്ക് റെഡി ആയിട്ടുണ്ട് അല്ലേ? പിന്നെ എന്ത് ചെയ്യുക? നമുക്ക് ഈ കണ്ണിൻ്റെ മുകൾ വശത്തെ ആ ഒരു
ഒരു ഷേപ്പ് നമുക്ക് റെഡിയാക്കാം. കുറച്ചൊരു ഡാർക്ക്നെസ് കൊടുത്ത് ഒരു കോണിക്കൽ ഷേപ്പിൽ നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ ഷെയ്ഡ് ചെയ്യുക, ഫില്ലപ്പ് ചെയ്യുക അല്ലേ. അപ്പം നമുക്ക് രണ്ടും കണ്ണും നമുക്ക് ഇതുപോലെ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഈ രണ്ട് കണ്ണും ഇങ്ങനെ ചെയ്യുക. അപ്പോൾ നമുക്ക് നല്ലൊരു ലുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ, അടിപൊളി ലുക്കായിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇനി എന്ത് ചെയ്യുക, ഇനി നമുക്ക് മുയലിൻ്റെ നല്ല അടിപൊളി പല്ല് വരക്കാം. നല്ല കൂർപ്പിച്ച പല്ലായിരിക്കും മുയലിൻ്റെ അല്ലേ. അപ്പം അതുപോലെ നമ്മൾ കൂർപ്പിച്ച 2 പല്ലുണ്ടാവും ഫ്രണ്ടിൽ. അപ്പോൾ ഒരു പല്ല് വരച്ചു, പിന്നെ രണ്ടാമത്തെ പല്ലും കർവായിട്ട് നമ്മൾ 2 പല്ല് വരച്ചു. ഇപ്പം തന്നെ നല്ലൊരു ലുക്ക് വന്നിട്ടുണ്ടല്ലേ. പിന്നെ എന്ത് ചെയ്യാം, പിന്നെ നമുക്ക് വായയുടെ ഭാഗത്തേക്ക് കിടക്കണം അല്ലേ. പല്ല് ഓൾറെഡി നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് വായയുടെ ഷേപ്പ് നമുക്ക് വരച്ചെടുക്കാം. വായയുടെ പതുക്കെ ഒരു ഷേപ്പ് നമ്മളിവിടെ വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. കവിളിൻ്റെ ഭാഗത്തുനിന്ന് ആ പല്ല് ടച്ച് ചെയ്തുകൊണ്ട് നമ്മൾ ആ ചുണ്ട് വരയ്ക്കുന്നു. അതുപോലെ തന്നെ ഉള്ളിലെ നാവ് നമ്മൾ വരച്ചെടുക്കുന്നു. വായി തുറന്നുകൊണ്ടുള്ള ഒരു പിക്ചർ ആയതുകൊണ്ട് തന്നെ ഇവിടെ നാവ് കുറച്ച് കാണും വെളിയെ അല്ലേ. അപ്പോൾ അങ്ങനെ നമുക്ക് നാവും അടിപൊളിയായിട്ട് വരച്ചു, ചുണ്ടും നമ്മൾ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് മുയലിൻ്റെ ഫേസ് നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യുക, ഇനി നമുക്ക് പതുക്കെ ആ നമ്മളെ കവിളിൻ്റെ ആ ഒരു ഭാഗം നമുക്ക് ഇവിടെ ലൈറ്റായിട്ട് നമുക്ക് യോജിപ്പിക്കാം. പിന്നെ നമ്മൾ ആ ഒരു ഭാഗം നമ്മൾ കൈയുടെ ഭാഗത്തേക്ക് കിടക്കുകയാണ്. മുയലിൻ്റെ കയ്യിൽ നമ്മൾ ഇവിടെ എന്ന് വെച്ചാൽ നമ്മളൊരു ക്യാരറ്റ് പിടിച്ചിരിക്കുന്ന ഒരു മുയലിനെയാണ് നമ്മൾ വരക്കുന്നത്. അപ്പോൾ കൈ ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ടുണ്ടാവും, കൈ മടക്കിയിട്ടുണ്ടാവും. അപ്പോൾ ആ മടക്ക് നമ്മളിങ്ങനെ വരക്കുകയാണ്. കൈയുടെ മടക്ക് വരച്ചെടുക്കുകയാണ്. ചുണ്ടോട് ടച്ച് ചെയ്തിട്ട് നമ്മൾ കൈ വരച്ചെടുക്കുന്നു. 1, 2, പിന്നെ 3. അത്രയും ഭാഗം നമുക്ക് അവിടെ കാണും. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു അടുത്ത കൈ നമ്മൾ വരച്ചെടുക്കും. 1, 2, 3 പേരിൽ നമ്മളവിടെ കാണിക്കുന്നു. അതിനുശേഷം നമ്മൾ റൗണ്ടായിട്ട് ഫോൾഡ് ചെയ്യുന്നു. ഫോൾഡ് ചെയ്തിട്ട് അങ്ങോട്ടേക്ക് മടക്കിയ രീതിയിൽ നമ്മൾ കൈ വരച്ചെടുക്കുന്നു. കൈ നമുക്ക് റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ ആ ഷോൾഡറിൻ്റെ ഭാഗം, മുയലിൻ്റെ ആ ഷോൾഡറിൻ്റെ ഭാഗവും നമ്മൾ ലൈറ്റായിട്ട് നമ്മൾ വരച്ചെടുക്കുന്നു. പതുക്കെ ആ ഒരു ഷേപ്പിൽ നമ്മൾ സൂപ്പറായിട്ട് നമ്മളിവിടെ വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. കൈ നോക്കുക, നിങ്ങൾ കറക്റ്റായിട്ട് വരയ്ക്കുക, തെറ്റാതെ സൂക്ഷിച്ച് വരയ്ക്കുക. ഇങ്ങനെ വരച്ചാൽ നിങ്ങൾക്ക് സൂപ്പറായിട്ട് മുയലിനെ വരയ്ക്കാൻ പറ്റും. നിങ്ങളെല്ലാവരും പേപ്പർ വെച്ചിട്ട് വരച്ചു നോക്കുക, വരച്ചു നോക്കിയിട്ട് പറയുക, കമൻറ്റിൽ എന്നെ അറിയിക്കുക എങ്ങനെയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഈസി ആയിട്ട് വരയ്ക്കാൻ പറ്റുന്നതോ ഒന്ന് നോക്കുക. പിന്നെ നമ്മൾ ഇവിടെ വരക്കുന്നത് വെച്ചാൽ ക്യാരറ്റ് പിടിച്ചിരിക്കുന്ന മുയലായതുകൊണ്ട് തന്നെ നമ്മളിവിടെ ക്യാരറ്റ് വരക്കുന്നു. ക്യാരറ്റ് വരച്ച് ക്യാരറ്റിൻ്റെ ആ ഒരു ഇലകൾ നമ്മൾ ആ കുറച്ച് ഭാഗങ്ങൾ നമ്മളിവിടെ വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഒന്ന് വരച്ചു, പിന്നെ അങ്ങോട്ട് ക്രോസിംഗ് ആയിട്ട് രണ്ടാമത്തെ ഇല വരച്ചു, പിന്നെ മുകളിലോട്ട് ഒരു ഇല, പിന്നെ അതുപോലെ തന്നെ കുറച്ചുകൂടി ഒന്ന് മുകളിലോട്ട് ഒരു ഇല. അപ്പോൾ നമ്മളെ ക്യാരറ്റിൻ്റെ ഇലയും നമുക്ക് റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ താഴത്തെ ക്യാരറ്റിൻ്റെ കോണിക്കൽ ഷേപ്പ് നമുക്ക് വരാനുണ്ട്. ആ മുന, ക്യാരറ്റിൻ്റെ ആ മുന നമ്മൾ വരച്ചെടുക്കുന്നു. അപ്പോൾ നമുക്കിപ്പോൾ അടിപൊളിയായിട്ടുള്ള ക്യാരറ്റിൻ്റെ ഷേപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ക്യാരറ്റ് പിടിച്ചിരിക്കുന്ന ഒരു മുയലിൻ്റെ ഒരു രൂപം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി എന്ത് ചെയ്യുക വെച്ചാൽ നമ്മൾ ഇരിക്കുന്ന ഒരു ഭാഗമാണ് നമ്മൾ വരക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ താഴത്തേക്കുള്ള മുയലിൻ്റെ ആ ഒരു ഷേപ്പ് നമ്മൾ കറക്റ്റായിട്ട് വരച്ചെടുക്കുക. വയറിൻ്റെ ഒരു ഭാഗം, അതുപോലെ തന്നെ ആ ഇരിക്കുന്ന കാലിൻ്റെ ഭാഗവും നമ്മൾ വരച്ചെടുക്കേണ്ടതുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ കാലിൻ്റെ മുന്നോട്ട് ഫോൾഡ് ചെയ്തിരിക്കുന്ന പോലെ നമ്മൾ വരച്ചെടുക്കുക. പതുക്കെ ആ കാല് മടക്കി വെക്കുന്ന രീതിയിൽ നമ്മൾ ഇവിടെ വരയ്ക്കുകയാണ്. സൂക്ഷിച്ച് നോക്കുക, അതുപോലെ വരക്കുക. റൗണ്ടായിട്ട് ഇട്ടിട്ട് നമ്മൾ 1, അതുപോലെ തന്നെ 2, പിന്നെ 3. അപ്പോൾ 3 വിരൽ മടക്കിയിട്ട് ഇരിക്കുന്ന ഒരു മുയലിൻ്റെ കാലാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഒരു കാല് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത കാല് കൂടെ വരക്കണം. പിന്നെ ആ മുയലിൻ്റെ വയറിൻ്റെ ഒരു ഭാഗമുണ്ട്, അവിടെ കുറച്ചൊരു വൈറ്റ് ഭാഗമായതുകൊണ്ട് ആ ഒരു ഏരിയ നമ്മൾ ജസ്റ്റ് ഒന്ന് വരച്ചെടുക്കുക. പിന്നെ ആ കാല് ഫോൾഡ് ചെയ്ത് വെച്ച ആ ഒരു ലെവലും നമ്മൾ വരച്ചെടുക്കുക. അപ്പോൾ
അപ്പോൾ ഒരു കാല് നമുക്ക് ഫോൾഡ് ചെയ്തിട്ടുള്ള നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി എന്താ ചെയ്തെന്ന് വെച്ചാൽ നമ്മൾ അടുത്ത കാല് വരക്കുന്നുണ്ട്. അതിന് മുപ്പിട്ട് നമ്മൾ വയറ് വരക്കണം. നല്ല വീർത്തൊരു വയറ്, കുട വയറ് അങ്ങനെ വരച്ചെടുക്കുക. റൗണ്ടായിട്ട് ഇങ്ങനെ ഉള്ളോട്ടേക്ക് ഫോൾഡ് ചെയ്തിട്ട് വരച്ചെടുക്കുക. പിന്നെ എന്താ വെച്ചാൽ നമ്മൾ അടുത്ത കാല് വരക്കേണ്ടതുണ്ട്. അടുത്ത കാല് സൂപ്പറായിട്ട് വരച്ചെടുക്കുക. പതുക്കെ പതുക്കെ അടുത്ത കാല് വരച്ചെടുക്കുക. അപ്പോൾ ആ റൗണ്ട് ഷേപ്പ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഡാർക്ക് ചെയ്യുക. അപ്പോൾ ഒരു കാണാൻ കുറച്ച് ലുക്ക് ഉണ്ടാവും. കുറച്ച് ഒന്ന് ഡാർക്ക് ചെയ്ത് വിടുക. അപ്പോൾ വയറ് നമുക്ക് റെഡി ആയിട്ടുണ്ട്. റൗണ്ടായിട്ടുള്ള ഒരു നല്ലൊരു കുട വയറ് നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി എന്താ വെച്ചാൽ അടുത്ത കാല് നമുക്ക് വരക്കാം. കാല് ആ ഒരു ഫോൾഡിങ് ടൈപ്പിൽ വരയ്ക്കുകയാണ് ചെയ്യുന്നത്. പതുക്കെ നമ്മൾ വരക്കുക. കാല് മുന്നോട്ടേക്ക് ഇരിക്കുന്ന രീതിയിൽ നമ്മൾ ഒന്ന് വരച്ചെടുക്കുക. അപ്പോൾ നമുക്ക് ഫോൾഡ് ചെയ്തിട്ട് 1, അതുപോലെ തന്നെ 2, 3 പേരിൽ നമ്മളിവിടെ വരച്ചെടുക്കേണ്ടതുണ്ട്. 1, 2, 3. അപ്പോൾ 3 പേരിൽ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി എന്താ ചെയ്യുക? ഇനി നമുക്ക് വാല് വരക്കണം. വാല് വരച്ചാൽ നമുക്ക് മുയലിൻ്റെ ഫുള്ളായിട്ട് നമുക്ക് ലുക്ക് കിട്ടും. അപ്പോൾ വാലും നമുക്ക് ഇങ്ങനെ പതുക്കെ വരച്ചെടുക്കാം. അപ്പോൾ വാലൊരു കൂർപ്പിച്ച് വരച്ചെടുക്കുക. ബാക്ക് സൈഡ് മാത്രമേ കാണുന്നുള്ളൂ. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് പറയുക. ഈ മുയലിൻ്റെ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ പറയാം. മുയലിൻ്റെ ഡ്രോയിങ്സ് എങ്ങനെയുണ്ടെന്ന് പറഞ്ഞിട്ട് കമൻറ്റിൽ അറിയിക്കുക. എല്ലാവരും വരച്ചിട്ട് അഭിപ്രായം പറയുക. എങ്ങനെ വരക്കാൻ പറ്റുന്നുണ്ടോ, ഈസി ആണോ എന്ന് നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ ഇതുപോലത്തെ കുറേ വീഡിയോകൾ ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പുതിയ കൂട്ടുകാരുണ്ട്, ഉറപ്പായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.